നോമ്പുകാലം 1-ാം ഞായർ. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. മരുഭൂമിയിലെ പരീക്ഷ. സമാന്തര സുവിശേഷങ്ങളിലൊക്കെ ഈ പരീക്ഷയെക്കുറിച്ച് നാം വായിക്കുന്നു. മത്തായി 4:1-11, മർക്കോസ് 1:12-13. ഇന്ന് നാം വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുകയാണ്. പാശ്ചാത്യ സഭകളിൽ വിഭൂതി തിരുനാൾ ബുധനാഴ്ചയാണ് ആരംഭിക്കുന്നതെങ്കിൽ പൗരസ്ത്യ സഭകളിൽ അത് നാളെ തിങ്കളാഴ്ചയാണ് ആരംഭിക്കുന്നത്. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ ഉയിർപ്പ് തിരുനാളായ ഈ കാലയളവിലെ 7 ഞായറാഴ്ചകൾ ഒഴിവാക്കി പാശ്ചാത്യ സഭകളിൽ 40 ദിവസത്തെ നോമ്പാണ് ആചരിക്കുന്നതെങ്കിൽ പൗരസ്ത്യ സഭകളിൽ ഞായറാഴ്ചകൾ കൂടെ ഉൾപ്പെടുത്തി ലഭിക്കുന്ന 50 ദിവസങ്ങളെ ഉദ്ദേശിച്ചാണ് 50 നോമ്പ് എന്നറിയപ്പെടുന്നത്. മരുഭൂമിയിൽ ഒന്നും ഭക്ഷിക്കാതെ യേശു ചിലവഴിച്ച ആ ദിനങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് ഈ വലിയ നോമ്പ് ദിവസങ്ങളിൽ കടുത്ത പ്രായശ്ചിത്ത പ്രവൃത്തികൾ ഏറ്റെടുത്തുകൊണ്ട് നാമും അവനോട് പങ്കുചേരുന്നു. ലോകത്തിന്റെ അധികാരിയെ കീഴടക്കാൻ ഇത്തരം പ്രായശ്ചിത്ത പ്രവൃത്തികൾ ഏറെ അത്യാവശ്യമാണ്. പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ സാധിക്കാതെ വന്നപ്പോൾ അതിന്റെ കാരണം അന്വേഷിച്ച ശിഷ്യരോട് യേശു പറയുന്നത്, പ്രാർത്ഥനയും ഉപവാസവും കൊണ്ടല്ലാതെ ഈ വർഗം പുറത്തു പോവുകയില്ല. മർക്കോസ് 9:29. യേശുവിന്റെ ജ്ഞാനസ്നാനം കഴിഞ്ഞ് പരസ്യജീവിതത്തിന് തയ്യാറെടുക്കുമ്പോൾ അതിന്റെ മുന്നോടിയായിട്ടാണ് യേശു ഈ തപജീവിതം അനുഷ്ഠിക്കുന്നത്. ഏതൊരു സുപ്രധാന സംരംഭങ്ങൾക്ക് മുമ്പ് തൊഴിൽ, വിവാഹം, പഠനം, ഇത്തരം ഒരു ആത്മീയ ഒരുക്കം നമുക്കും ആവശ്യമാണ്. ദൈവത്തോട് ആലോചന ചോദിക്കാതെ ഇറങ്ങിത്തിരിക്കുന്ന ഏത് സംരംഭങ്ങളിലും നമ്മുടെ തകർച്ച ആഗ്രഹിക്കുന്ന പിശാച് പലതരത്തിലുള്ള പ്രലോഭനങ്ങളിലൂടെ, തടസ്സങ്ങളിലൂടെ, തകർച്ചകളിലൂടെ അതിനെ നിഷ്ഫലമാക്കാൻ പരിശ്രമിക്കും എന്നതിന്റെ ഉദാഹരണമാണ് യേശുവിന്റെ മേൽ സാത്താൻ കൊണ്ടുവരുന്ന പ്രലോഭനങ്ങൾ. സർവം സംഘപരിത്യാഗിയായി ആരംഭിച്ച യേശുവിന് സമൃദ്ധിയുടെ പ്രലോഭനവുമായി, അതും വേദപുസ്തഭാഗങ്ങൾ ഉരുവിട്ടുകൊണ്ടാണ് സാത്താൻ സമീപിക്കുന്നത്. മനുഷ്യനെ പ്രലോഭിക്കാൻ ഏത് വേഷവും അവൻ പകർന്നാടും. കളയും വിളയും വിവേചിച്ചറിയാൻ പറ്റാത്ത പോലെയാണ് അവൻ നമ്മെ സമീപിക്കുക. വചനത്തെ ഭാഗികമായി ഉദ്ധരിച്ചുകൊണ്ട് ദൈവപുത്രനെതിരെ പോലും ദൈവിക പദ്ധതിയെ എത്ര തന്ത്രപൂർവമാണ് പൈശാചിക പദ്ധതിയാക്കാൻ സാത്താൻ പരിശ്രമിക്കുന്നത്. സമ്പത്തും സമ്പൽ സമൃദ്ധിയും സുഖസൗകര്യങ്ങളും ദൈവ ഐക്യത്തിന് പ്രതിബന്ധമാണ് എന്ന് അടിവരയിട്ട് യേശു വ്യക്തമാക്കുന്നു. 2 യജമാനന്മാരെ ഒരുമിച്ച് സേവിക്കുക സാധ്യമല്ല. ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സേവിക്കുക സാധ്യമല്ല. മത്തായി 6:24. അത് പിന്നീടുള്ള അവന്റെ ജീവിതത്തിലും കർക്കശമായി അവൻ നിലനിർത്തി. തന്റെ പരീക്ഷണങ്ങളെ അതിജീവിച്ച യേശുവിനെ വീഴ്ത്താൻ കഴിയില്ലെന്ന് ഉറപ്പായ പിശാച് പ്രലോഭനങ്ങൾ എല്ലാം അവസാനിപ്പിച്ച് തൽക്കാലത്തേക്ക് അവനെ വിട്ടുപോയി. ലൂക്കാ 4:12. യേശുവിനെ പോലെ പ്രലോഭനങ്ങളോട് നോ പറയാൻ ഏറെ ആത്മബലം നേടണം. ഉദാഹരണത്തിന്, തന്റെ മിശിഹാത്വം തിരിച്ചറിഞ്ഞ ജനങ്ങൾ പിശാചിന്റെ തന്ത്രവുമായി അവനെ രാജാവാക്കാൻ ഉദ്യമിച്ചു. പക്ഷേ ആത്മബലിയാണ് തന്റെ ദൗത്യമെന്ന് യേശു അറിഞ്ഞിരുന്നതിനാൽ യേശു അവിടെ നിന്നും നിഷ്ക്രമിച്ചു. പ്രിയ ശിഷ്യനായ പത്രോസ് ഇതൊരിക്കലും നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് സ്നേഹം പ്രകടിപ്പിച്ചപ്പോൾ സാത്താന്റെ തന്ത്രമാണ് അവനിലൂടെ സംസാരിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞ യേശു പറഞ്ഞു, സാത്താനെ ദൂരെ പോകൂ, നീ എനിക്ക് പ്രതിബന്ധമാണ്. നിന്റെ ചിന്ത ദൈവികമല്ല, മാനുഷികമാണ്. മത്തായി 16:3. വസ്ത്രങ്ങൾ വിരിച്ച് ഒലിവിലകൾ കയ്യിലേന്തി ഹോശാന വിളികളോടെ ജെറുസലേം കവാടങ്ങൾ കടന്ന യേശു ക്രമപാലനത്തിനായി തമ്പടിച്ചിരുന്ന റോമൻ പട്ടാള മേഖല ഒഴിവാക്കി ഇടത്തെ വഴിയിലൂടെ ദേവാലയത്തിലേക്ക് പ്രവേശിച്ചു. പട്ടാള വ്യൂഹത്തെ കീഴടക്കി തങ്ങളുടെ രാജ്യം വീണ്ടെടുത്തു തരുമെന്ന പ്രതീക്ഷ നശിച്ചതിനാൽ അതേ ജനം പിന്നീട് അവനെ ക്രൂശിക്കുക എന്ന് വിളിച്ചു പറയാനും മുന്നിൽ നിന്നു. തന്നെ പിടിച്ചുകെട്ടാനായി പ്രധാന പുരോഹിതന്റെ സേവകന്മാരും പട്ടാളക്കാരും വന്നപ്പോൾ വാളെടുത്ത് ചെവി ഛേദിച്ചു കളഞ്ഞ പത്രോസിനെ നോക്കി, വാൾ ഉറയിലിടുക, വാളെടുക്കുന്നവൻ വാളാൽ നശിക്കുമെന്നും എന്റെ പിതാവിനോട് അപേക്ഷിച്ചാൽ എന്നെ പ്രതിരോധിക്കാൻ ഉടൻ തന്നെ അവിടുന്ന് 12 വ്യൂഹങ്ങളെ അയച്ചു തരുമെന്നറിയിക്കുന്നതും മത്തായി 26:52-53 ലോകപ്രമാണിക്കെതിരെയുള്ള ഒരു പ്രഖ്യാപനം തന്നെയാണ്. നീ യഹൂദന്മാരുടെ രാജാവാണോ? മത്തായി 27:11 എന്ന പീലാത്തോസിന്റെ ചോദ്യത്തിന് അത് നിഷേധിക്കാതെ അത് നീ തന്നെ പറയുന്നല്ലോ എന്ന് ഉത്തരം പറയുന്നത് ലോകം കരുതുന്ന പോലെ തന്റെ രാജ്യം ഐഹികമല്ല എന്ന പ്രഖ്യാപനമായിരുന്നു. രാജാക്കന്മാരും അധികാരവും വന്നും പോയും ഇരിക്കും. പക്ഷേ തന്റെ അധികാരം ലോകാവസാനത്തോളം നീണ്ടു നിൽക്കുന്നതാണ് എന്ന ഉൾബോധവും വിളംബരവുമാണിത്.
സാത്താൻ അവന്റെ രാജ്യത്തിലേക്ക് അണികളെ സ്വരുക്കൂട്ടാൻ നിരന്തരം പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങിണ്ടു എന്ന ചിന്തയിൽ ലോകം മുഴുവൻ ചുറ്റി നടക്കുകയാണ്. അവനെ കീഴടക്കാതെ ദൈവരാജ്യ സംസ്ഥാപനം വിജയത്തിലെത്തിക്കുക സാധ്യമല്ല. അതുകൊണ്ടാണല്ലോ തന്റെ അപ്പസ്തോലന്മാരെ മിഷൻ പ്രവർത്തനത്തിന് അയക്കുമ്പോൾ ആദ്യം നൽകുന്നത് പിശാചുക്കളെ ബഹിഷ്കരിക്കാനുള്ള അധികാരമാണ്. മത്തായി 10:1, മർക്കോസ് 3:15. അവിടുന്ന് നമ്മെ പഠിപ്പിച്ച കർത്തൃപ്രാർത്ഥനയിലും പ്രലോഭന ഹേതുവായ ദുഷ്ടനിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാനാണ് പഠിപ്പിച്ചത്. അവന്റെ ദൈവരാജ്യ ഘോഷണവേളയിൽ പലതവണ സാത്താനുമായുള്ള വാഗ്വാദങ്ങൾ നടക്കുന്നതായി നാം കാണുന്നുണ്ട്. ശിഷ്യനായ യൂദാസ് അവനെ ഒറ്റിക്കൊടുക്കുന്നതിന് കാരണം ഇതായി പറയുന്നത് അവനിൽ പിശാച് പ്രവേശിച്ചു എന്നതാണ്. അപ്പക്കഷ്ണം സ്വീകരിച്ചതിനെ തുടർന്ന് സാത്താൻ അവനിൽ പ്രവേശിച്ചു. യോഹന്നാൻ 13:27. ലോകത്തിന്റെ അധികാരി, പുരോഹിതനായവൻ, സാത്താൻ, അശുദ്ധാത്മാവ്, പിശാച്, ഉഗ്രസർപ്പം, ബേൽസെബൂൽ, ജസബേൽ, ബാബിലോൺ എന്നിങ്ങനെ പല പേരുകളിലാണ് അവൻ അറിയപ്പെടുന്നത്. അശുദ്ധാത്മാവിന്റെ തിരിച്ചുവരവ് എന്ന തലക്കെട്ടിൽ യേശു പറയുന്ന ഉപമയിൽ ഒരുവനെ വിട്ടുപോയ അശുദ്ധാത്മാവ് വരണ്ട സ്ഥലങ്ങളിലൂടെ അലഞ്ഞു നടന്ന് ആശ്വാസം കണ്ടെത്താനാകാതെ വരുമ്പോൾ വീണ്ടും പഴയ വ്യക്തിയിലേക്ക് മടങ്ങി വരുമ്പോൾ ആളൊഴിഞ്ഞും അടിച്ചുവാരിയും സജ്ജീകരിക്കപ്പെട്ടത് കാണുമ്പോൾ തന്നേക്കാൾ ദുഷ്ടരായ 7 ആത്മാക്കളെ കൂട്ടിക്കൊണ്ടുവന്ന് അവിടെ വാസമുറപ്പിക്കുന്നതായി പറയുന്നു. അപ്പോൾ അവന്റെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ മോശമാകുമത്രേ. മത്തായി 12:47-45, ലൂക്ക 11:24-26. നവീകരണത്തിലേക്ക് കടന്നുവരുന്ന ഓരോ വ്യക്തികൾക്കുമുള്ള മുന്നറിയിപ്പും അനുഭവവുമാണിത്. എത്രയോ തവണ നന്നാകാൻ തീരുമാനിച്ച നാം എത്ര ആഗ്രഹിച്ചിട്ടും വീണ്ടും വീണ്ടും പഴയതിനേക്കാൾ മോശമായ അവസ്ഥയിലേക്ക് വീണുകൊണ്ടിരിക്കുന്നു. വിശുദ്ധ പൗലോസ്ലീഹ തന്നെ ഈ അനുഭവത്തെക്കുറിച്ച് പറയുന്നത്, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തെന്നാൽ ഇച്ഛിക്കുന്നതല്ല വെറുക്കുന്നതാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഞാൻ ഇച്ഛിക്കാത്തത് പ്രവർത്തിക്കുന്നെങ്കിൽ അങ്ങനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ കുടികൊള്ളുന്ന പാപമാണ്. നന്മ ഇച്ഛിക്കാൻ എനിക്ക് സാധിക്കുന്നു, എന്നാൽ പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. അതിനാൽ അത് ചെയ്യുന്നത് ഒരിക്കലും ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമാണ്. റോമ 7:15-21. ഇങ്ങനെ സാത്താന്റെ സ്വാധീനം നാം ആഗ്രഹിക്കാത്ത തിന്മയിലേക്ക് നമ്മെ വംശവതരാക്കുന്നു. പക്ഷേ നമ്മെ അനാഥരായി വിടുന്നവനല്ല നമ്മുടെ ദൈവം. നമ്മുടെ സമ്മതത്തിനായി നമ്മുടെ മനസാക്ഷിയിലൂടെ അവൻ നിരന്തരം മുട്ടി വിളിക്കുന്നുണ്ട്. ആരെങ്കിലും അവന്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു കൊടുത്താൽ അവൻ ഉള്ളിൽ പ്രവേശിക്കുകയും ഒരുമിച്ചിരുന്ന് ഭക്ഷിക്കുകയും ചെയ്യും. വെളിപാട് 3:20. നമ്മൾ പോരാടുന്നത് ഈ ലോകത്തിലെ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും സ്വർഗീയിടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് എന്നതിനാൽ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും അണിഞ്ഞ് സ്വയം സജ്ജമായിരിക്കണം എന്ന് അപ്പസ്തോലൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എഫേസ്യർ 6:10-17. വചനത്തിന്റെ ശക്തിയുടെ മുമ്പിൽ, അവന്റെ തിരുരക്തത്തിന്റെ മുമ്പിൽ, അവന്റെ നാമത്തിന്റെ മുമ്പിൽ, അവൻ രക്ഷകരമാക്കിയ കുരിശിന്റെ ശക്തിയുടെ മുമ്പിൽ, അവൻ അധികാരം നൽകി സ്ഥാപിച്ച സഭയുടെ മുമ്പിലൊന്നും ഈ അന്ധകാര ശക്തികൾ പ്രബലപ്പെടുകയില്ല. ഈ നാമത്തിൽ ബന്ധിച്ച് പ്രാർത്ഥിച്ചാൽ ഒഴിഞ്ഞു പോകാത്ത തിന്മയുടെ ശക്തികളൊന്നുമില്ല. സ്വർഗത്തിൽ അവനെതിരെ പോരാടിയ മിഖായേൽ മാലാഖയും അവന്റെ തല തകർത്തവന് ജന്മം നൽകിയ പരിശുദ്ധ അമ്മയെയും അവൻ ഏറെ ഭയക്കുന്നു. അവനെതിരെ പോരാടാൻ മനുഷ്യകുലത്തിന് മാതാവ് നൽകിയ ഉത്തിരീയവും ജപമാലയും ഏറെ ശക്തമാണ്. സഭയുടെ അംഗീകാര മുദ്രയുള്ള യേശുവിന്റെ നാമത്തിലുള്ള ബന്ധന പ്രാർത്ഥനകളും ഹൃദയപൂർവ്വമുള്ള മുടങ്ങാതെയുള്ള ബൈബിൾ പാരായണവും, പ്രത്യേകിച്ച് സങ്കീർത്തനം 91, സാത്താന്റെ കുടിലതന്ത്രങ്ങൾക്കെതിരെയുള്ള ശക്തിമത്തായ പ്രതിരോധ ആയുധമാണ്. എല്ലാറ്റിലും ഉപരിയായി ഒരുക്കത്തോടും യോഗ്യതയോടും കൂടി വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നവരിൽ ദൈവത്തിന്റെ വരപ്രസാദം നിറഞ്ഞു നിൽക്കുന്നു. യേശു വാഗ്ദാനം ചെയ്തിട്ടുള്ള പരിശുദ്ധാത്മാവ് നമ്മിൽ വന്നു നിറയുമ്പോഴാണ് അശുദ്ധാത്മ സ്വാധീനത്തിൽ നിന്ന് നാം പൂർണ്ണമുക്തി പ്രാപിക്കുന്നത്. ഈ വർഷത്തെ നോമ്പുകാലം വെറും 50 ദിവസങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ജീവിതം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു അനുഭവമായി തീർക്കാൻ നമുക്ക് പരിശ്രമിക്കാം.